ഓക്കെ, നമ്മൾ നാനോയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നാനോ മെറ്റീരിയൽസ് ഹാവിങ് സൈസ് 0.1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ റേഞ്ചാണെന്ന് പഠിച്ചു. അതേപോലെ നാനോ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 4: 0 ഡയമെൻഷണൽ, 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ്. അതിൻ്റെ എക്സാമ്പിൾസൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോണ പോയിൻ്റ് എന്ന് പറയണേ, ഇൻക്രീസ്ഡ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ. അതായത് നാനോ മെറ്റീരിയൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ. അതായത് ഫോർ എ നാനോ മെറ്റീരിയൽസ് ദെയർ ഈസ് ആൻ ഇൻക്രീസ്ഡ് റേഷ്യോ ഓഫ് സർഫസ് ഏരിയ ടു വോളിയം. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നാനോ മെറ്റീരിയൽസിൻ്റെ പോയിൻ്റായിട്ട് എഴുതേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് സർഫസ് ഏരിയ കൂടുതലാണ്. നാനോ മെറ്റീരിയൽസിൻ്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോയിൻ്റ് ഒരു 2 എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. നാനോ മെറ്റീരിയൽസിന് സർഫസ് ഏരിയ കൂടുതലായിരിക്കും എന്നുള്ളത് എക്സാമ്പിൾ സഹിതം നമ്മളത് എഴുതുമ്പോൾ ക്ലിയർ ആവും. നോക്കിക്കേ, ഇതാ കൺസിഡർ എ ക്യൂബ് ഓഫ് സൈഡ് 2 മില്ലിമീറ്റർ സൈഡുള്ള ഒരു ക്യൂബാണ് ഇതാ ഈ കാണിച്ചേക്കുന്നത്. കൺസിഡർ എ ക്യൂബ് ഓഫ് സൈഡ് 2 മില്ലിമീറ്റർ. ഈ ക്യൂബിൻ്റെ സർഫസ് ഏരിയയും വോളിയം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റേഷ്യോ എടുത്തേക്കാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു നമ്പർ ഓഫ് ക്യൂബ്. ഇവിടെ ലെങ്ത് 2, ബ്രെഡ്ത്ത് 2 ആണ്. നമ്പർ ഓഫ് സൈഡ്സ്, എത്ര സൈഡ് ഉണ്ട് ഈ ക്യൂബിന്? 1 2 3 4 5 6 സൈഡ്സ് ആണുള്ളത്, അതുകൊണ്ട് 6. നമ്പർ ഓഫ് ക്യൂബ് എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു നമ്പർ ഓഫ് ക്യൂബ്, അപ്പോൾ 24 എന്ന് കിട്ടും. അതേപോലെ വോളിയം എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ക്യൂബ്. ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ 2 തന്നെയാണ്, നമ്പർ ഓഫ് ക്യൂബ്സ് 1 ആണ്, അപ്പോൾ 8 കിട്ടും. സർഫസ് ഏരിയ 24, വോളിയം 8. റേഷ്യോ ഓഫ് സർഫസ് ഏരിയ ടു വോളിയം, ഇതിൻ്റെ റേഷ്യോ 24/8, ആൻസർ 3 എന്ന് കിട്ടും. ഇത് നമ്മൾ 2 മില്ലിമീറ്റർ സൈസിലുള്ള ഒരു ക്യൂബിൻ്റെ കേസിൽ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ 3 എന്ന് കിട്ടി. അടുത്ത, കട്ട് ദ ക്യൂബ് ഇൻറ്റു സ്മോൾ പീസസ് ഓഫ് സൈഡ് 1 മില്ലിമീറ്റർ. നമ്മൾ ഈ ക്യൂബിനെ ഇനി 1 മില്ലിമീറ്റർ സൈഡ് വരുന്ന ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെ 2 മില്ലിമീറ്റർ സൈഡ് വന്ന ക്യൂബ് മാറിയിട്ട് സൈസ് റെഡ്യൂസ് ചെയ്ത് 1 മില്ലിമീറ്റർ ആക്കിയാൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ ലെങ്ത് ബ്രെഡ്ത്ത് ഇൻറ്റു നമ്പർ ഓഫ് സൈഡ് ഇൻറ്റു നമ്പർ ഓഫ് ക്യൂബ്. ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ 1 ആണ്. നമ്പർ ഓഫ് സൈഡ് ഇവിടെയും 6 തന്നെയാണ്, പക്ഷേ നമ്പർ ഓഫ് ക്യൂബ്സ് ഇവിടെ 1 അല്ല 8 ആയിട്ട് മാറും. അപ്പോൾ ആൻസർ 48 എന്ന് കിട്ടും. വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ക്യൂബ്, അപ്പോൾ 1 × 8 എന്ന് തന്നെ കിട്ടും. നമ്പർ ഓഫ് ക്യൂബ്സ് ഇവിടെ 8 ആണ്. നേരത്തെ 1 ആയിരുന്നു, ഇപ്പോൾ അത് 8 ആണ്. ഇവിടെ റേഷ്യോ എടുത്തേ 48/8, അപ്പോൾ ആൻസർ 6 എന്ന് കിട്ടും. അപ്പോൾ 2 മില്ലിമീറ്റർ ഉള്ള ഇതിൻ്റെ റേഷ്യോ 3 എന്ന് കിട്ടിയപ്പോൾ 1 മില്ലിമീറ്റർ സൈഡ് വരുന്ന ക്യൂബിൻ്റെ റേഷ്യോ 6 എന്ന് കിട്ടി. അതായത് ആസ് ദ സൈസ് ഡിക്രീസസ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഇൻക്രീസസ്. ഇവിടെ നമ്മൾ ക്യൂബിൻ്റെ സൈഡ് കുറച്ചപ്പോൾ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഇൻക്രീസസ്. ദ ഫോളോയിങ് എഫക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ ഇൻക്രീസ്ഡ് സർഫസ് ഏരിയ വരുന്നത് കൊണ്ട് ഈ പറയുന്ന പോയിൻറ്റ്സൊക്കെയാണ് അതിൻ്റെ ഫലമായിട്ടുള്ളത്. എ ഗ്രേറ്റർ നമ്പർ ഓഫ് സബ്സ്റ്റൻസ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദ സറൗണ്ടിങ് മെറ്റീരിയൽ. അപ്പോൾ ഒരുപാട് സബ്സ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും? സറൗണ്ടിങ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. ഇറ്റ് ലീഡ് ടു ലാർജ് സർഫസ് എനർജി. അങ്ങനെ ഓരോ പാർട്ടിക്കിളിനും എന്തായിരിക്കും? സർഫസ് എനർജി കൂടുതലായിരിക്കും. ദിസ് റിസൾട്ട് ഇൻ എ ബെറ്റർ കാറ്റലിസ്റ്റ്. അത് നമ്മളൊരു കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അതിൻ്റെ ഹെൽപ്പ് ചെയ്യും. അതായത് ആ മെറ്റീരിയൽ എല്ലാം കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് കിട്ടും. അതുകൊണ്ട് ഇത് കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ദ ഇൻക്രീസ്ഡ് റേഷ്യോ ഓഫ് സർഫസ് ഏരിയ ടു വോളിയം സ്ട്രോങ്ലി ഇൻഫ്ലുവൻസസ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയലിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയൊക്കെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഒപ്റ്റിക്കൽ എന്ന് വെച്ചാൽ നാനോ മെറ്റീരിയൽ എക്സിബിറ്റ് ഡിഫറെൻറ്റ് കളർ ഡിപ്പെൻഡിങ് ഓൺ ദെയർ സൈസ്. ഗോൾഡ് ഈസ് ഷൈനി യെല്ലോ കളർ മെറ്റീരിയൽ ആൻഡ് ഡസ് നോട്ട് ഷോ കാറ്റലിസ്റ്റ് പ്രോപ്പർട്ടീസ് ഇൻ ദ ബൾക്ക് ഫോം. ഗോൾഡ് എന്ന് പറയുന്നത് നമുക്കറിയാം യെല്ലോ കളറാണ് അതിൻ്റെ ബൾക്ക് ഫോമിൽ. പക്ഷേ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ആർ റെഡ് ഇൻ കളർ ആൻഡ് ഇറ്റ് ഈസ് ആൻ എക്സലൻറ്റ് കാറ്റലിസ്റ്റ്. പക്ഷേ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ ആകുമ്പോൾ ഗോൾഡിനെ സൈസ് റെഡ്യൂസ് ചെയ്ത് നേരത്തെ പോലെ 0.1 നാനോമീറ്റർ ആ റേഞ്ചിലൊക്കെ കൊണ്ടുവന്നാൽ ഇറ്റ് ഈസ് ഇൻ റെഡ്.
ആൻഡ് ഇറ്റ് ഈസ് ആൻ എക്സലൻറ്റ് കാറ്റലിസ്റ്റ്. അതായത് ബൾക്ക് ഫോമിലുള്ള ഒരു മെറ്റീരിയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കില്ല നമ്മൾ അതിനെ നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ഇത്രയും പറഞ്ഞ ഈ ഒരു പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി പറയാം. ഫോർ എ നാനോ മെറ്റീരിയൽസ് ദെയർ ഈസ് ആൻ ഇൻക്രീസ്ഡ് റേഷ്യോ ഓഫ് സർഫസ് ഏരിയ ടു വോളിയം. ആ പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ കൂടുതലാണ് നാനോ പാർട്ടിക്കിളിന്, ഏതിനേക്കാട്ടിലും അതിൻ്റെ ബൾക്ക് സൈസിലുള്ളതിനേയും കാട്ടിലും. അതിൻ്റെ ഉദാഹരണമാണ് 2 മില്ലിമീറ്റർ സൈഡുള്ള ഒരു ക്യൂബ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതിന് 1 മില്ലിമീറ്റർ സൈഡ് ആകുമ്പോൾ ആ റേഷ്യോ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ 2 എക്സാമ്പിൾ സഹിതം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഇങ്ങനെ സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾ ദ പാർട്ടിക്കിൾ കംസ് ഇൻ കോൺടാക്ട് വിത്ത് സറൗണ്ടിങ്സുമായിട്ട് എല്ലാ പാർട്ടിക്കിളിനും കോൺടാക്റ്റിൽ വരാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സർഫസ് എനർജി കൂടുതലായിരിക്കും. അതൊരു ബെറ്റർ കാറ്റലിസ്റ്റ് ആയിരിക്കും. അതുപോലെ ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഗോൾഡിൻ്റെ എക്സാമ്പിൾ എഴുതുക. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ചോക്ക് ഒക്കെ എടുക്കുന്നു. അപ്പോൾ ആ ചോക്ക് ബൾക്ക് സൈസിൽ നമ്മൾ സാധാരണ കാണുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് വെച്ചാൽ അത് ഇത്ര സ്പേസിലേ ഇരിക്കുള്ളൂ. എന്നാൽ ആ ചോക്കിനെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്യുന്നതായിട്ട്, ഇപ്പം ക്യാരറ്റൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന മാതിരി അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്താൽ അത് സൈസ് റെഡ്യൂസ് ചെയ്ത് നാനോ പാർട്ടിക്കിൾസ് ആകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും സ്ഥലത്ത് അതിന് സ്പ്രെഡ് ചെയ്ത് കിടക്കാൻ പറ്റും. അതുപോലെ ആ ഓരോ പാർട്ടിക്കിളും അതിൻ്റെ ബൾക്ക് സൈസിൽ അതെല്ലാം കൂടി ചേർന്നിരിക്കുന്നത് കൊണ്ട് എല്ലാ പാർട്ടിക്കിളിനും അതിൻ്റെ സറൗണ്ടിങ്സിൽ കോണ്ടാക്റ്റ് വരില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വളരെ ചെറിയ സൈസിലാക്കുവാണെങ്കിൽ ആ സെയിം വോളിയത്തിലുള്ള അത്രയും പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ സറൗണ്ടിങ്സുമായിട്ടും കോണ്ടാക്റ്റിൽ വരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി. ഒരു ക്യാരറ്റ് ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയാണ് അത് ബൾക്ക് സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ആ ക്യാരറ്റിനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ടാൽ അത് നാനോ സൈസിലായിട്ട് മാറുന്നു. ആ പാർട്ടിക്കിൾ ആ മെറ്റീരിയൽ നാനോ സൈസിലായിട്ട് മാറുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ആ ഗ്രേറ്റ് ചെയ്തിടുന്ന സംഭവം എന്ന് പറയുന്നത് നാനോ സൈസിലാകുമ്പോൾ ഓരോ പാർട്ടിക്കിളിനും സറൗണ്ടിങ്സുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് എല്ലാത്തിനും ഈ ഒരു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. അതുപോലെ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യും. ഓരോന്നിനും സർഫസ് എനർജി കൂടുതലാണ്. അപ്പോൾ അതായത് ബൾക്കിലിരിക്കുമ്പോൾ എല്ലാവരും ഒന്നും കോണ്ടാക്റ്റിൽ വരില്ല. പക്ഷേ നാനോയിലെത്തുമ്പോൾ അതിലെ ഓരോ പാർട്ടിക്കിളിനും അതിൻ്റേതായ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻക്രീസ്ഡ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എന്നുള്ള പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കി തന്നെയാണ്. എന്താണ് മെൽറ്റിംഗ് പോയിൻറ്റ് ഓഫ് നാനോ മെറ്റീരിയൽ ഈസ് ലോവർ ദാൻ ദാറ്റ്. അപ്പോൾ ഈ പോയിന്റുകൾ കുറച്ച് കാണാതെ പഠിച്ചെഴുതേണ്ടി വരും. അതായത് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്, സ്പെസിഫിക് ഹീറ്റ്, സർഫസ് റിയാക്ടിവിറ്റി, ബാൻഡ് ഗ്യാപ്പ്, ക്വാണ്ടം കൺഫൈൻമെൻറ്റ്, സൂപ്പർ പാരാമാഗ്. അപ്പോൾ അതായത് ഈ പ്രത്യേകതകളെല്ലാം ഒരു നാനോ മെറ്റീരിയൽ നമ്മൾ നേരത്തെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞു. അതായത് കളർ ചേഞ്ച് ഉണ്ടാകുന്നു. ഗോൾഡ് ബൾക്ക് സൈസിൽ യെല്ലോ ആണ്, പക്ഷേ കാറ്റലിസ്റ്റ് ഒന്നും അല്ല. എന്നാൽ ഗോൾഡ് തന്നെ നാനോ സൈസിൽ എത്തിച്ചാൽ റെഡ് കളറാകും. അതേപോലെ അത് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. അതേപോലെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറവായിരിക്കും നാനോ സൈസിന്, സ്പെസിഫിക് ഹീറ്റിൽ വ്യത്യാസം വരും, സർഫസ് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. ഏതിൽ നാനോ സൈസിൽ സർഫസ് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും ബൾക്കിനെയും കാട്ടിലും. ബാൻഡ് ഗ്യാപ്പ് ഇൻക്രീസസ് ആസ് എ സൈസ് ഡിക്രീസസ്. അതേപോലെ ബാൻഡ് ഗ്യാപ്പ് എന്തായിരിക്കും, കൂടുതലായിരിക്കും സൈസ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. ക്വാണ്ടം കൺഫൈൻമെൻറ്റ്, ഇത് നമ്മൾ അടുത്ത് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ക്വാണ്ടം കൺഫൈൻമെൻറ്റ് അത് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ്, സൂപ്പർ പാരാമാഗ്നറ്റിസം ഇൻ മാഗ്നറ്റിക് മെറ്റീരിയൽ ക്യാൻ ഗെറ്റ് ഇൻ ടു സ്മോൾ സ്പേസസ്. അതേപോലെ കുറച്ച് സ്ഥലത്തായിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, സം ആൻറ്റി ക്യാൻസർ ഡ്രഗ് കനോട്ട് എൻ്റർ ഇൻ ടു സെൽ ബിക്കോസ് ഓഫ് ദ സൈസ്, ബട്ട് ഇഫ് വി ഹാവ് ദ നാനോ സൈസ് മെറ്റീരിയൽ ദെൻ ഇറ്റ് ഈസിലി എൻ്റർ ഇൻ ടു ദ ട്യൂമർ ലൊക്കേഷൻ. അതായത് സം ആൻറ്റി ക്യാൻസർ ഡ്രഗ് കനോട്ട് എൻ്റർ ഇൻ ടു സെൽ ബിക്കോസ് ഓഫ് ചില നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് ലാർജ് സൈസിലാണെങ്കിൽ നമുക്ക് ആ സെല്ലിൽ എത്തിക്കാൻ പറ്റില്ല. പക്ഷേ ആ സെയിം ഡ്രഗ് തന്നെ നമ്മൾ നാനോ സൈസിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഈസിലി ആയിട്ട് അതിനെ ആ ട്യൂമർ ലൊക്കേഷനിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ അത് ഈ ട്രീറ്റ്മെൻറ്റിലൊക്കെ നാനോ മെറ്റീരിയലിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊരെണ്ണം ഇവിടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ദെൻ സം എക്സാമ്പിൾസ് ഓഫ് നാനോ സ്ട്രക്ചർ. നാനോ മെറ്റീരിയൽ മെയിനായിട്ടും കാണുന്ന കുറച്ച് ഉദാഹരണങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ നാനോ ട്യൂബ്സ് ആർ വെരി മച്ച് സ്ട്രോങ്ങർ ദാൻ സ്റ്റീൽ. സ്റ്റീലിനേക്കാളും സ്ട്രോങ് ആണ് എന്ത്, കാർബൺ നാനോ ട്യൂബ്. നാനോ സ്ട്രക്ചറൽ സെറാമിക്സ് ആർ സ്ട്രോങ്ങർ ദാൻ കൊയേഴ്സർ ഗ്രെയിൻഡ് സെറാമിക്സ്. അതായത് സാധാരണ കാണുന്ന ഗ്രെയിൻഡ് സെറാമിക്സിനേക്കാളും നാനോ സ്ട്രക്ചേർഡ് സെറാമിക്സ് സ്ട്രോങ്ങർ ആണ്. ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് അപ്പിയർ റെഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഗോൾഡ് ഇൻ ബൾക്ക് ഫോം ഇറ്റ് ഈസ് യെല്ലോ, ബട്ട് ഇൻ നാനോ പാർട്ടിക്കിൾ സൈസ് ഗോൾഡ് ഈസ് ഇൻ റെഡ്. ടൈറ്റാനിയം ഡയോക്സൈഡ് പ്രൊഡ്യൂസേഴ്സ് നാനോ സൈസ് പാർട്ടിക്കിൾസ് ഓഫ് നാനോ സൈസ് ഇൻ സൺസ്ക്രീൻ ക്യാൻ അബ്സോർബ് ഹാംഫുൾ അൾട്രാവയലറ്റ് റേഡിയേഷൻ. അതായത് ടൈറ്റാനിയം ഡയോക്സൈഡ് പാർട്ടിക്കിൾസ്
അബ്സോർബ് ചെയ്യുന്നു, എന്ത് ഹാർംഫുൾ അൾട്രാ വയലറ്റ് റേഡിയേഷനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നു. ബട്ട് ട്രാൻസ്പെറൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 4 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അത്രയും നിങ്ങളത് വായിക്കുക. ആ 4-5 പോയിൻ്റ് നമ്മളത് വായിച്ച് പഠിക്കുക. ദെൻ നെക്സ്റ്റ്, ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എഫക്റ്റ്. The quantum confinement effect is observed when the size of the particle is too small to comparable to the wavelength of electron. അപ്പോൾ ചില പാർട്ടിക്കിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്തിനേക്കാൾ അതിനോട് കമ്പയറബിൾ ആയിട്ടുള്ള സൈസ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വാണ്ടം കൺഫൈൻമെൻറ്റ്, ആക്ച്വലി ഈ ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക്ക് തന്നെയാണ്. അതായത് നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്ത് 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ എന്നൊക്കെ ആക്കി പറഞ്ഞില്ലേ, ആ പോയിന്റുകൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. പേര് ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എഫക്റ്റ് എന്നേ ഉള്ളൂ. അതായത് ഒരു പ്രത്യേക റീജിയനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്ത് ഒരു ആക്സിസ് മാത്രമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു 3 ആക്സായിട്ടൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരെണ്ണം മാത്രമായിട്ട് റെഡ്യൂസ് ചെയ്താൽ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ എന്നൊക്കെ പറഞ്ഞ അതേ പോയിന്റുകൾ തന്നെയാണ്. അതായത് ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എഫക്റ്റ് ഈസ് ഒബ്സർവ്ഡ് വെൻ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ടു സ്മോൾ ടു ദ കമ്പയറബിൾ ടു ദ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്തിന് കമ്പയറബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എഫക്റ്റ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. എ ക്വാണ്ടം കൺഫൈൻഡ് സ്ട്രക്ചർ ഈസ് വൺ ഇൻ വിച്ച് മോഷൻ ഓഫ് കാരിയേഴ്സ് ആർ കൺഫൈൻഡ് ഇൻ 1 or more ഡയറക്ഷൻ. കൺഫൈൻഡ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ റെഡ്യൂസ് ചെയ്ത് റെസ്ട്രിക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്വാണ്ടം കൺഫൈൻഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ മോഷൻ ഓഫ് കാരിയർ, ഇലക്ട്രോണിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഡയറക്ഷനിൽ മാത്രമാക്കി മാറ്റുന്നു. ബേസ്ഡ് ഓൺ ദ കൺഫൈൻമെൻറ്റ് ഡയറക്ഷൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഡോട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ക്വാണ്ടം ഡോട്ട്, ക്വാണ്ടം വയർ, ക്വാണ്ടം വെല്ല്, നാനോ ക്രിസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ് നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഇവിടെ സൈഡിൽ എഴുതിയേക്കണ പോയിന്റ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഡിക്രീസസ് to nano size. Electrons are confined in specified energy level called discrete levels. Size decreases, band gap increases. നമ്മൾ ആദ്യം പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് when the size decreases band. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ സൈസ് നമ്മൾ നാനോ സൈസിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് എല്ലാം ഓരോ പ്രത്യേക എനർജി ലെവൽസിൽ അസൈൻ ചെയ്യപ്പെടും അല്ലെങ്കിൽ കൺഫൈൻ ചെയ്യപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ബാൻഡ് ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺസ് ഇങ്ങനെ ഒരു പ്രത്യേക എനർജി ലെവലിൽ മാത്രമായിട്ട് മാറുമ്പോൾ അതിന് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് എന്ന് പറയും. അങ്ങനെ ഇലക്ട്രോൺസ് ഒരു പ്രത്യേക എനർജി ലെവലിൽ ഡിസ്ക്രീറ്റ് ലെവൽസിലാകുന്നതിനനുസരിച്ച് അത്രയും ബാൻഡ് ഗ്യാപ്പ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതാണ്, അതായത് സൈസ് ഡിക്രീസസ്, ബാൻഡ് ഗ്യാപ്പ് ഇൻക്രീസസ്. ഓക്കെ, ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എഫക്റ്റ് ഡ്യൂ ടു ദ ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എഫക്റ്റ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദീസ് പാർട്ടിക്കിൾസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ക്വാണ്ടം ഡോട്ട്. ഫസ്റ്റ് പോയിന്റ്, ക്വാണ്ടം ഡോട്ട്. Quantum dot of or nano particles. Quantum dot are also known as zero dimensional structures. Zero dimensional structure, radius 0.1 nanometer to 100 nanometer. അത് ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടം ഡോട്ട് നേരത്തെ പറഞ്ഞത് തന്നെയാണ് സീറോ ഡയമെൻഷണൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഓൾ ദ 3 ഡയമെൻഷൻസ് ആർ റെഡ്യൂസ്ഡ് ടു നാനോ സൈസ്. ഇവിടെ നമ്മൾ പറയണം all the 3 directions of the material are nano size, that is electrons are confined in all the 3 dimensions. ഇലക്ട്രോൺസിൻ്റെ കൺഫൈൻ ഈ 3 ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ കൺഫൈൻ ചെയ്തെടുക്കുന്നു. എനർജി സ്റ്റേറ്റ്സ് ആർ ക്വാണ്ടൈസ്ഡ് ഇൻ ഓൾ ദ 3. എനർജി സ്റ്റേറ്റ്സ് ആർ ക്വാണ്ടൈസ്ഡ് ഇൻ ഓൾ ദ 3 ഡയറക്ഷൻസ്. ഈ ഡയറക്ഷനിലെല്ലാം നമ്മൾ ഇലക്ട്രോണിനെ കൺഫൈൻ ചെയ്തെടുക്കുക. എല്ലാ ഡയറക്ഷനിലും ഇലക്ട്രോൺസിനെ ഇങ്ങനെ ഇലക്ട്രോൺസിൻ്റെ മോഷനെ കൺഫൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് സീറോ ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ്. Quantum dot refer to semiconductor particle. For other substance, these dimensions are called nanocrystals. Application: nanoparticles used as quantum dots and quantum wells for making semiconductor laser. Coolants having suspended nanoparticles work well in transferring heat for heat engines. It can ingredient in many nano applications. അപ്പോൾ 3 പോയിന്റ് എഴുതിയേക്കുക. അടുത്ത ക്വാണ്ടം വയർ ഓർ നാനോ വയേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് 1 dimension. അതായത് 2 dimensions are reduced to nano size. 2 directions have quantum confinement. അതായത് ഇലക്ട്രോണിൻ്റെ കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് 2 എണ്ണം ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്വാണ്ടം വയർ അല്ലെങ്കിൽ നാനോ വയർ എന്ന് പറയുന്നത്. എനർജി സ്റ്റേറ്റ്സ് ആർ ക്വാണ്ടൈസ്ഡ് ഇൻ 2 directions. നാനോ റോഡ്സ് ആർ സ്ട്രെയിറ്റ് ആൻഡ് ഹാവ് യൂണിഫോം ഡയമീറ്റർ റേഞ്ചിങ്. ഈ പോയിൻറ്റ്സുകൾ നമുക്ക് ഇതൊക്കെ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ ഡെറിവേഷനോ ഒന്നുമല്ല. അപ്പോൾ ഈ പോയിൻറ്റ്സുകളെല്ലാം ഓർത്ത് വയ്ക്കുക എന്നുള്ളതേ മാത്രമേ ഇതിനകത്ത് ചെയ്യാൻ പറ്റൂ. ഈ വാല്യൂ ഒക്കെ ഓർത്ത് പഠിക്കുക. നാനോ റോഡ്സ് ആർ സ്ട്രെയിറ്റ് ആൻഡ് ഹാവ് യൂണിഫോം ഡയമീറ്റർ റേഞ്ചിങ് ഫ്രം 29 ആൻഡ് ലെങ്ത് 5 to 10 millimeter. കണ്ടക്ടിങ്, സെമി കണ്ടക്ടിങ് ഓർ ഇൻസുലേറ്റിംഗ്. they can be crystalline. Diameter affect the thermal conductivity. Next, application used in nano circuits. ഗോൾഡ് നാനോ സർക്യൂട്ട്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഗോൾഡ് നാനോ റോഡ്,
are useful material for sensing and imaging in displaying technology in electronics, optoelectronics and micro electromechanical systems. അപ്പോൾ ഇതിൻ്റെ കുറേ ഏരിയാസൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഈ ക്വാണ്ടം വയേഴ്സ് അതിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടം റോഡിൻ്റെ യൂസ്ഫുൾ. അടുത്ത ക്വാണ്ടം ഷീറ്റ്, 2 dimensional സ്ട്രക്ചേഴ്സ്. 2 dimension എന്ന് പറയുമ്പോൾ മോഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു 1 direction. അതായത് ഇലക്ട്രോൺസ് ആർ കൺഫൈൻഡ് ഇൻ 1 direction. ക്വാണ്ടം കൺഫൈൻമെൻറ്റ് ഓൺലി ഇൻ 1 direction. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ സെൻസർ, റെസൊണേറ്റർ, ട്രാൻസ്ഡ്യൂസർ, സ്റ്റഡിയിങ് ഓഫ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് അറ്റ് നാനോ സ്കെയിൽ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ആദ്യം പഠിച്ച സെയിം പോയിൻ്റ് തന്നെയാണ്. ആ പോയിൻറ്റുകൾ തന്നെയാണ് ഇവിടെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിത് ഇത്തിരി സ്പീഡിൽ പോകാൻ കാര്യം എന്ന് പറയുന്നത്, ഇത് ഞാൻ ഇനി എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചെങ്കിൽ മാത്രമേ ആ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് മനസ്സിലിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഓർക്കേണ്ട കാര്യം, ഞാനത് ഒന്നുകൂടി പറയാം. ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എഫക്റ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാർട്ടിക്കിളിനെ അതിൻ്റെ ബൾക്ക് സൈസിലിരിക്കുകയാണ്